പരമ ഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവോളികളുടെ നാമധേയത്തിലാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിന്ദുമത പരിഷത്ത് പുണ്യ നദിയായ പമ്പയുടെ തീരത്ത് നടക്കുന്നത്. 1913 ചട്ടമ്പി സ്വാമികളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തീർത്ഥപാദ സ്വാമികളാണ് അന്ന് ഈ അരൂർ ചെറുകോൽപ്പുഴ ഉള്ള നായർ വിഭാഗത്തിൽപ്പെട്ട കുറേ ആളുകളെയും മറ്റ് ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളെയും ഒക്കെ കണ്ട് സംസാരിച്ച് ഇത്തരത്തിൽ ഒരു പരിഷത്തിന് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ 114ാമത് വർഷത്തിലേക്ക് ഈ പരിഷത്ത് കടക്കുകയാണ്. കഴിഞ്ഞ 113 വർഷവും യാതൊരു തടസ്സവും കൂടാതെ ഒരു മുടക്കവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് ദക്ഷിണ ഭാഗീരഥിയായ ഈ പമ്പയുടെ തീരത്ത് ഈ കൺവെൻഷൻ നടത്താൻ നമുക്ക് സാധിച്ചു. ഒരുപാട് മഹാരഥന്മാർ, ഒരുപാട് പുണ്യാത്മാക്കൾ ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശം ആകെ തന്നെ ഒരു ആധ്യാത്മിക പരിവേഷം ഈ 8 ദിവസം എല്ലാവരും ഈ പരിഷത്ത് നഗറിൽ എത്തുകയും ഇവിടെ നടക്കുന്ന വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. തിരുനാവായിൽ 270 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർത്തലാക്കിയ കുംഭമേള അവിടെ പുനരാരംഭിക്കാനും കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ അവിടേക്ക് ആകർഷിക്കാനും അവിടെ സ്നാനം ചെയ്യിപ്പിക്കാനും അവിടുത്തെ ആരതിയെ കണ്ട് വണങ്ങാനും ഒക്കെ സാഹചര്യം ഒരുക്കിയ ഒരു സന്യാസി ശ്രേഷ്ഠനാണ് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ. ആ ആനന്ദവനം ഭാരതി സ്വാമികളാണ് ഈ 114ാമത് കൺവെൻഷന് തിരിതെളിയിക്കുന്നത്. അങ്ങനെ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ അതേപോലെ തന്നെ സാമൂഹ്യ നായകന്മാർ ഒക്കെ തന്നെ ഈ വർഷത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്.